തീയെ നെഞ്ചിൽ കത്തും കാവൽ നാളമേ, ഇയാളും കാറ്റിൻ കണ്ണിൽ വാഴും മായാമന്ത്രമേ, മാരിപ്പേയെ കാണാക്കരയെ ആഴിത്തിര നീയെ, ഇരുളിൻ വാനിൽ നീറും നീരാ സൂര്യനെ, എതിരിയായിരം എരിയും മാനിടം, അതിരിടങ്ങളോ അടർക്കളം, തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു താരാധിപന്മാർ നിന്നേ എമ്പുരാനെ. അണ്ടവനിറങ്ങി വന്നാൽ തീയാട്ടം, ആരും മതിമറക്കും വെള്ളാട്ടം, മൂലോകം കൈകൂപ്പും മായത്തേരോട്ടം, കടലേഴും പിന്മാറും ആഴക്കണ്ണോട്ടം, താരച്ചേലാട്ടം തനിയെ പോരാട്ടം, നടനത്തിക പറയും കളിയാട്ടം ആട്ടം. பல போர்பட இருக்கலாம், எதிர்பார்த்த ஜீவனத்தான் ஒருவன் வந்திருக்காடே, களமோ அவன் மூச்சரிய மயிர்கால்களும் கூச்சரிய வச்சம் அவன் வந்திருக்காடே. அட நம்ம நினைச்சது நடந்துருமா, சிங்கம் மறுபடி திரும்புதம்மா, முன்ன ஒரு கதை இருந்ததம்மா, இப்ப உரு கொண்டு இறங்குதம்மா, நட்சத்திரம் ஒண்ணு தெரியுதம்மா, நின்ன இடம் பத்தி எரியுதம்மா, அச்சம் கொண்ட மனம் ஒரு வரமா, அந்த ஒருவன அடையுதம்மா. They won't choose it up 222 to the door, change his mind. நான் வருவேன் என காத்திருந்தே, அடித்தான் ஒரு நாள் ஜெகனே, அவன்தான் வாய் பிளந்தே, சனம் பார்த்திட வாழ்ந்தவன் போல் விளம்பாய் ஒரு நாள் எழுந்தான். ஹார்ட் பீட்டே ஸ்பீட் ஆகுது, நீ தொட்டு எதுவும் சொன்னா என் பிளட் சூடாகுது. அரங்கம் அதிரட்டுமே, விசில் பறக்கட்டுமே, கரங்கள் ஒசரட்டுமே, தேகோ வழுத்து மொத்தமே. വാഴയിലയിൽ സദ്യ കഴിച്ചിട്ടുണ്ടാകാം. വാഴപ്പിണ്ടിയും വാഴച്ചുണ്ടും വാഴയിലയും കൊണ്ട് തോരൻ വരെ വച്ചിട്ടുണ്ടാകും. എന്നാൽ വാഴയിലയുടെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അഷ്ടമി നടക്കുന്ന വൈക്കത്തേക്ക് എത്തിയാൽ മതി, തരംഗമാകുന്ന വാഴയില ജ്യൂസ് കുടിക്കാം. വൈക്കത്തഷ്ടമി ആഘോഷങ്ങൾക്കിടെയാണ് സന്ദർശകർക്കിടയിൽ ഒരു സംഘം ചെറുപ്പക്കാരുടെ വാഴയില ജ്യൂസ് ട്രെൻഡിംഗ് ആവുന്നത്. വൈക്കത്തഷ്ടമിയോടനുബന്ധിച്ച് ക്ഷേത്ര തെക്കേ തിരുമുറ്റത്തായിരുന്നു വാഴയില ജ്യൂസ് വിതരണം. വാഴയില തന്നെയാണ് പ്രധാന ചേരുവ. രുചിക്കായി പുതിനയില, ഇഞ്ചി, നാരങ്ങ, മധുരത്തിന് ശർക്കര. പ്രകൃതിദത്തമായ ചെടികൾ ഭക്ഷ്യയോഗ്യമാക്കുന്നതിലൂടെ ആരോഗ്യ സംരക്ഷണം എന്നതാണ് സന്ദേശം. നമ്മുടെ ശരീരത്തിൽ ഒരു പ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടണ ഈ വാഴയില ജ്യൂസ് പോലെ ചൊറികണം, മുക്കുറ്റി, മസിത്തണ്ട് പോലുള്ള ഒരുപാട് നാടൻ പ്ലാന്റ്സുകളാണ് നമ്മുടെ മുമ്പിൽ ദൈവം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെല്ലാം ഇനി വരുന്ന ജനറേഷനും ഇപ്പോഴുള്ള അമ്മമാരും തിരിച്ചറിയുക. എത്നോ മെഡിസിനിൽ PhD നേടിയ സജീവ് കുമാറിന്റെ അന്നം ഔഷധം എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു വാഴയില ജ്യൂസ് വിതരണം നടന്നത്. മനോരമ ന്യൂസ്, വൈക്കം.
this is where you get minus.